രാജ്യമെമ്പാടും വിവിധ ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR-നെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. SIR ഇവിടെ അനുവദിക്കില്ല എന്ന് CPM-ഉം കോൺഗ്രസും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പാക്കരുത് എന്നും നീട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. SIR നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. എന്യൂറേഷൻ ഫോം വീടുകളിൽ എത്തിക്കുന്ന BLOമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നും ജോലി ഭാരത്തിലാണ് എന്നും ഇവരിൽപ്പെട്ട ഒരാൾ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തുവെന്നും ലീഗിൻ്റെ ഹർജിയിൽ പരാതിപ്പെടുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെടുക്കുന്നില്ല. സമയക്രമം മാറ്റില്ല എന്നും ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണമെന്നും ചില BLOമാർ ഇതിനോടകം ജോലി പൂർത്തിയാക്കിയെന്നും കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോം അപ്ലോഡ് ചെയ്യുന്നതിലെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വൈഫൈ സൗകര്യം ഇടങ്ങൾ സജ്ജമാക്കണമെന്ന് കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. SIR നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്താൻ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. BJP ഒഴികെയുള്ള പാർട്ടികൾ SIR നടപ്പാക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ SIR നടപ്പാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വാദിച്ചു. ഇതിനിടെയാണ് കണ്ണൂരിൽ ഒരു BLO ആത്മഹത്യ ചെയ്തത്. ഇത് SIR-ന്റെ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് എന്ന് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നാൽ BLOയുടെ ആത്മഹത്യ കാരണം SIR-ന്റെ സമ്മർദ്ദമല്ല എന്നും CPM-ന്റെ സമ്മർദ്ദമാണ് എന്നും ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വെളിപ്പെടുത്തി. ഇത് തെളിയിക്കുന്ന ശബ്ദരേഖയും ഈ നേതാവ് പുറത്തുവിടുകയുണ്ടായി. SIR-ന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും ഇപ്പോൾ മുതലക്കണ്ണീര് ഒഴുക്കുന്നതിലൂടെ BLOമാരുടെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, കള്ളവോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കള്ളവോട്ട് ചെയ്യാൻ ആത്മഹത്യ എന്നല്ല, കൊലപാതകം വരെ CPM സൃഷ്ടിച്ചു എന്നും വരും. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആക്രമണം നടത്തുക എന്നുള്ളത് CPM-ന്റെ പരമ്പരാഗത ഒരു രീതി തന്നെയാണ്. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഈ പാർട്ടി അധികാരത്തിൽ വരുന്നതിൻ്റെ രഹസ്യങ്ങളിലൊന്നും ആസൂത്രിതമായി കൃത്രിമം നടത്തുന്നതാണ്. ആറ്റിങ്ങൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് 40,000 ഇരട്ട വോട്ടുകളാണ് പരാതി കൊടുത്ത് വെട്ടി നീക്കിയത്. SIR-ലൂടെ മറ്റു മണ്ഡലങ്ങളിലും ഇത് സംഭവിക്കും എന്നതാണ് CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ആശങ്കയ്ക്ക് കാരണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA ചരിത്ര വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അവിടെ SIR നടന്നതിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ SIR നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി നിരാകരിച്ചു. SIR-ലൂടെ എല്ലാവരുടെയും പരാതി കേട്ട ശേഷം 40 ലക്ഷത്തിലേറെ കള്ള വോട്ടർമാരെയാണ് ബീഹാറിൽ കണ്ടുപിടിച്ചത്. ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റക്കാരും ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഇക്കൂട്ടരുടെ വോട്ട് ലഭിച്ചിരുന്നവരാണ് SIR-നെ എതിർത്തതും.